എല്ലാവരും വളരെ സന്തോഷത്തിലാണ് സർ. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരത്ഭുത വിജയമായിരുന്നു നമ്മുടേത്. അതിനെന്തിനാ സാർ സംശയം? അടപടലം നമ്മൾ തൂത്തുവാരിയില്ലേ? വാസ്തവം പറഞ്ഞ പ്രതിപക്ഷമില്ല, 2 സീറ്റല്ലേ ഉള്ളൂ. മാസ്റ്റർ ബ്രെയിൻ ഋതുമോളുടേതല്ലേ? ഋതുമോളും രാജുവോട് പോയി. അവര് പുറത്തു പോയിരിക്കാം, ഇപ്പൊ വരും. പിന്നെ ഇനി നമ്മൾ താമസിക്കുന്ന എന്തിനാ വർമ്മ സാറേ? ജനങ്ങൾ ഒന്നടങ്കമാ അധികാരം നമ്മുടെ കയ്യിലേക്ക് നീട്ടി തന്നിരിക്കുന്നത്. ഉടനെ തന്നെ അനന്തര നടപടികൾ തുടങ്ങണം. സംസ്ഥാന കമ്മിറ്റി കൂടുന്നതിന് മുമ്പ് നമുക്ക് ചില ആശയവിനിമയങ്ങൾ കൂടി നടത്തണം. അതിനാ ഞങ്ങളെല്ലാരും കൂടി ഇങ്ങോട്ട് വന്നത്. സാർ പറയൂ. സാറ് തന്നെ വർമ്മ സാറിനോട് പറയും. പ്രതാപവർമ്മ സാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭ വരണമെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. അത് സാറ് മുഖ്യമന്ത്രി. എത്ര അംഗ മന്ത്രിസഭ വേണമെന്നും ആരൊക്കെ മന്ത്രിസഭയിൽ ഉണ്ടാകണമെന്നും തീരുമാനിക്കേണ്ടതും CM-ന്റെ നേതൃത്വത്തിലാണല്ലോ. നമ്മുടെ കൂടെ അങ്ങനെ അധികാരമോഹികൾ അധികം പേരില്ല. അതുകൊണ്ട് തന്നെ തീരുമാനം ഐക്യകണ്ഠേനായിരിക്കും. പ്രതാപവർമ്മ സാർ മുഖ്യമന്ത്രിയാവണം. അക്കാര്യത്തിലൊരു മാറ്റവും ഇല്ലേ? സാറെന്താ ഒന്നും മിണ്ടാത്തെ? ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഞാൻ നാളെ നിങ്ങളോട് പറയാം. അതുവരെ മീഡിയയുമായി ഒരു ചർച്ചയും പാടില്ല. മീഡിയ സാറാണ് CM എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തു തുടങ്ങി. അത് മീഡിയക്കാരുടെ ഭാവനയല്ലേ? അവരങ്ങനെയാണല്ലോ. ഭാവനാവിലാസം ഏറെയുള്ള സർഗപ്രതിഭകളല്ലേ? അവര് ഭാവനകൾ വിരിയിച്ചോട്ടെ. പക്ഷെ ഞങ്ങളുടെ താല്പര്യങ്ങൾ സാർ സത്യമാക്കി തരണം. ഞങ്ങള് മോളേൻ രാജുവിനെ അന്വേഷിച്ചു. നമ്മുടെ പാർട്ടിയുടെ അതിശയകരമായ വിജയത്തിന്റെ പിന്നിൽ ഒരു ഭഗവത്ഗീതയും ഋതിക മോളുമാണെന്ന് ജയിച്ചു വന്ന ഈ 138 MLA-മാർക്കും അറിയാം. അങ്ങനെയൊന്നും പറയില്ല അങ്കിളെ. ഒരു മാറ്റം ജനം ആഗ്രഹിച്ചിരുന്നു. കാറ്റ് നമുക്ക് അനുകൂലമായിരുന്നതുകൊണ്ട് വിജയം നമ്മളോടൊപ്പം നിന്നു. തമസ്വമാ ജ്യോതിർഗമയ മൃത്യുർമ അമൃതം ഗമയ. തമസിൽ നിന്നും ജ്യോതിസിലേക്കും മൃത്യുവിൽ നിന്നും അമൃതത്വത്തിലേക്കും. തമസിന്റെ സിമ്പലായിരുന്ന അനന്തംപിള്ളയെ ശാശ്വതമായി ഇരുട്ടിന്റെ കാരാഗൃഹത്തിൽ അടച്ച് ജ്യോതിസ് പരത്തി. മരിച്ചുപോയ പ്രസ്ഥാനത്തെ അമരത്വത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഇതൊക്കെ ഋതുമോളുടെ മാത്രം കഴിവല്ലേ? പ്രശംസ മോൾക്ക് ഇഷ്ടമല്ലെന്നറിയാം. പക്ഷേ പ്രശംസിക്കേണ്ടത് ഞങ്ങളുടെ കടമയും ഞങ്ങളുടെ നന്ദി പ്രകടനവുമാണ്. മോളുടെ ബുദ്ധിയാണ് ഇതിന്റെ എല്ലാം പിന്നിൽ. അല്ലങ്കിളെ, അങ്ങനെ അച്ഛന്റെ തകർന്നു പോയ പാർട്ടിയെ മകള് ജീവനോടെ തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനെയൊന്നും പറയില്ല അമ്മ. ഞാൻ അച്ഛനൊരു ഗീതോപദേശം കൊടുത്തു എന്നുള്ളത് ശരിയാ. പക്ഷെ ഇതിന്റെ ഫുൾ ക്രെഡിറ്റും രാജുനുള്ളതാ. എനിക്കും? അമ്മതേ, ഇത് അമിത വിനയം കാണിച്ച് ത്യാഗിയാവുന്നതാ. നിരാശയിലേക്ക് മാറിപ്പോയ വർമ്മ സാറിനെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത് അമ്മയുടെ ഈ മകള് തന്നെയാ. എന്നും നീ അങ്ങ് പറഞ്ഞാലും മുഴുവനായിട്ട് ഞാൻ അങ്ങോട്ട് വിശ്വസിക്കത്തില്ല. ശിവന്റെ സാമീപ്യമില്ലാതെ ശക്തിക്ക് എല്ലാം അങ്ങ് ചെയ്യാൻ പറ്റില്ലല്ലോ. അകലെ ആയാലും ശിവന് അനുകൂലമായിട്ട് നിന്നാ മതി. ഞാൻ പറഞ്ഞു വന്നതേ, നിന്റെ സപ്പോർട്ടില്ലാതെ ഋതുമോൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ അമ്മയുടെ തെറ്റിദ്ധാരണയാ. ഈ നിൽക്കുന്നത് ആരാ? പുലിയാ, പുള്ളിപ്പുലി. പുള്ളിപ്പുലിയോ കള്ളിപ്പൂച്ച എന്തോ ആകട്ടെ, ഇലക്ഷൻ തകർത്ത് വാരിയല്ലോ. പ്രതാപേട്ടന്റെ പ്രസ്ഥാനം തിരിച്ചു വന്നില്ലേ? അയ്യോ, അത് ഭർത്താവിന്റെ പ്രസ്ഥാനം മാത്രമല്ല, എന്റെ അപ്പൂപ്പൻ സാക്ഷാൽ മഹാദേവ വർമ്മയുടെ പ്രസ്ഥാനം കൂടിയാ. ആ ജഗന്നാഥൻ അങ്കിളിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. അനന്തംപിള്ള പോലീസ് കസ്റ്റഡിയിലാ. എങ്ങനെ കണ്ടെത്തുന്ന ഞങ്ങൾ ആലോചിക്കുന്ന? എങ്ങനെയും കണ്ടെത്തണം രാജു. ആ അനന്തംപിള്ള ദുഷ്ടനാ. അവൻ ജയിലിൽ നിന്ന് ഇറങ്ങും മുമ്പ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ആ സിസ്റ്റർ, തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളൊക്കെ അറിഞ്ഞില്ലേ? അറിഞ്ഞു സർ. ഒത്തിരി സന്തോഷം. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. മൈ ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സിസ്റ്റർ. അപ്പോ സാർ മുഖ്യമന്ത്രിയാവുമല്ലോ? എല്ലാവരും അങ്ങനെ നിർബന്ധിക്കുന്നു. പക്ഷേ
ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല. എന്നാൽ സാറിന്റെ ഒരു വെൽവിഷറായ ഞാനും നിർബന്ധിക്കുന്നു. സാറ് തന്നെ മുഖ്യമന്ത്രി ആവണം. അത് ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാ. സിസ്റ്റർ എന്റെ വെറുമൊരു വെൽവിഷർ മാത്രമല്ലല്ലോ, എന്റെ ജീവൻ രക്ഷിച്ച ആളുകൂടിയല്ലേ. സാറിന്റെ ജീവൻ രക്ഷിച്ചത് ഭഗവാനാ, സാക്ഷാൽ മഹാദേവൻ. മഹാദേവൻ എന്ന പേര് എനിക്ക് മറ്റൊരു വികാര പ്രപഞ്ചമാണ്. അതെന്റെ ഗുരുവിന്റെ പേരാണ്, മഹാദേവ വർമ്മ. സാറ് മുഖ്യമന്ത്രി ആവണം. അത് മലയാളികളുടെ പ്രാർത്ഥനയാ. ഒന്നും തീരുമാനിച്ചിട്ടില്ല. നാളെയാണ് നിർണായകമായ ആ തീരുമാനം. സിസ്റ്റർ കൂടി ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സിസ്റ്റർ വരുമോ? അമ്മേ, ആരാ ഫോണില്? ആരാ ഇപ്പൊ സിസ്റ്ററെ വിളിച്ചത്? സിസ്റ്ററുടെ അടുത്താരാ? അല്ല, അമ്മയെന്നാണല്ലോ വിളിച്ചത്. അതാരാ? അത് എന്റെ ഒരു ക്ലയന്റാ. ക്ലയന്റോ? ക്ലയന്റ് അമ്മയെന്ന് വിളിക്കുമോ? അതെന്റെ ചേച്ചിയുടെ മോളാ. അവൾ എന്നെ അമ്മയെന്നാ വിളിക്കുന്നത്. ഓ, ഞാൻ മുഖ്യമന്ത്രിയാകണോ മാറി നിൽക്കണമെന്നൊക്കെ തീരുമാനിക്കുന്ന ദിവസം നാളെയാ. നാളെ ഉറപ്പായിട്ടും സിസ്റ്റർ പവിത്ര വന്നിരിക്കണം.